ഞാനും അൻഷാദ് ഉള്ളത് തമിഴ്നാട് സ്റ്റേറ്റിലാണ് കേട്ടോ. വേറെ ഒന്നുമല്ല, അന്നൊരു സ്പെഷ്യൽ ഡേ ആയിട്ട് വന്നിക്കാണ്. അപ്പോൾ ഞങ്ങൾ ഇങ്ങോട്ട് വരണ വീഡിയോ ആയിട്ട് ഇനി വരാൻ പോണത്. അങ്ങനെ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി. ഞങ്ങളുടെ കൂടെ അൻഷൻ്റെ അനിയെ അഷ്കറുണ്ട് കേട്ടോ. ഞങ്ങൾക്ക് സ്പെഷ്യൽ ഡേ എന്ന് പറഞ്ഞാൽ നമ്മളെ അഷ്കറിൻ്റെ മോൻ്റെ മുടിയാളത്തിലാണ്. ഞങ്ങൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മളീ പോണ റോഡ് ഒരു ഷോർട്ട് കട്ടാണ് കേട്ടോ. നമ്മൾ മെയിൻ റോഡിൽ കൂടെ പോണത്. മെയിൻ റോഡിൽ കൂടെ പോകണമെങ്കിൽ അത്യാവശ്യം ലോങ് ഇടുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ടാണ് റോഡിൽ കൂടെ പോകാൻ വെച്ചത്. നമ്മളിപ്പോൾ എത്തിയൊരു കിടലും സ്പോട്ടിക്കാണ് കേട്ടോ. എന്ന് വെച്ചാൽ നമ്മൾ രണ്ട് ഭാഗത്തും തേയിലക്കൃഷിയാണ്. അപ്പോൾ അതിൻ്റെ നടുവിൽ കൂടെ നമുക്ക് റോഡ് പോയുള്ളത്. നമ്മളിവിടെ തുടങ്ങിയ ഒരു കാഴ്ച നമ്മളെ റോഡ് അവസാനിക്കണ വരണ്ട കേട്ടോ. ടൗണിലാണ് ഇതിൻ്റെ ഒരു എൻഡിങ് വന്നത്. അപ്പോൾ അതുവരെ ഈ ഒരു തേയിലക്കൃഷി മേളൊക്കെ ഇങ്ങനെ ഉണ്ടെന്നാണ് അവർ പറഞ്ഞത്. നമ്മളെ അൻസാരി വീട്ടിൽ നിന്ന് ഏകദേശം 2-3 കിലോമീറ്റർ ഉണ്ട് നമ്മളെ ഈ ദേശത്തിലേക്ക് ഈ റോട്ടുകൾ പോകുമ്പോൾ. നമ്മൾ മെയിൻ റോഡിൽ പോവുകയാണെങ്കിൽ 5 കിലോമീറ്റർ ഉണ്ടാവും എന്നാണ് ഇവർ പറഞ്ഞത്. അങ്ങനെ ഏകദേശം നമ്മൾ ഒരു 1.5 കിലോമീറ്റർ പിന്നിട്ട് യാത്ര തുറന്നുകൊണ്ടിരിക്കട്ടോ. നമ്മളീ പോണ റോഡിൻ്റെ അടുത്ത് തന്നെ ഈ തേയിലക്കൃഷി കൊണ്ട് ഭയങ്കര രസമായിട്ട് കാണാം. നമ്മളിപ്പോൾ ഒരു 3 റോഡ് ഒന്നിക്കുന്ന സ്ഥലത്ത് എത്തിയിട്ടാണ്. അങ്ങനെ നമ്മൾ യാത്രത്തെ വീണ്ടും തുറന്നുകൊണ്ടിരിക്കുകയാണ്. ഈ 2 ഭാഗത്ത് തേയിലക്കൃഷി കൊണ്ട് തന്നെ നമുക്ക് കാണാൻ രസം ദൂരത്തു നിന്നാണ്. അങ്ങനെ ഞങ്ങൾ ഏകദേശം ദേവസ്വത്തിലേക്ക് അടുത്തെത്താനായിട്ടാണ്. വെറും 1/2 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ. ഇനി നേരെ കാണുന്ന ടേണിങ് കഴിഞ്ഞാൽ നമ്മളെ ദേവസ്വത്തിലേക്ക് എത്തിയിട്ടാണ്. അപ്പോൾ ഇതായിട്ട് നമ്മളെ ദേവർസ്ഥയിലേക്ക് നമ്മൾ കടക്കാൻ പോവാണ്. അപ്പോൾ നല്ലൊരു കട നോക്കി നടക്കട്ടെ നമ്മൾ. അപ്പോൾ കട കിട്ടിയാൽ നമുക്ക് കുറച്ച് സാധനങ്ങൾ മേടിക്കാൻ പറ്റുള്ളൂ. ലാസ്റ്റ് നമ്മളിപ്പോൾ ഒരു നല്ലൊരു കട കണ്ടെത്തി. അപ്പോൾ അഷ്കർ അൻഷാദ് സാധനം മേടിക്കാൻ കയറിക്കാണ്. അപ്പോൾ സാധനം മേടിച്ച് നമ്മൾ നേരെ അഷ്കറിൻ്റെ വൈഫിലേക്ക് പോകാം. ഫൈനലി നമ്മളിവിടെ എത്തിയിട്ട് അതാണ് നമ്മളെ അഷ്കറിൻ്റെ വൈഫ് ഹൗസും കാര്യങ്ങളൊക്കെ. അപ്പോൾ നല്ലൊരു മഴക്കുള്ളൊരു ചാൻസ് ഉണ്ട് ദൂരത്ത് നിന്ന് പോകുമ്പോൾ. നമ്മൾ പറഞ്ഞു തീരുന്നില്ല. അപ്പോൾ മഴ അതങ്ങനെ പെയ്തുകൊണ്ടിരിക്കട്ടോ. ഇപ്പോഴാണെങ്കിൽ 1/2 മണിക്കൂർ കൂടുമ്പോൾ കേട്ടോ മഴ. വിശ്വസിച്ചിട്ടുണ്ടെങ്കിൽ പുറത്തിറങ്ങാൻ പറ്റാത്തൊരവസ്ഥയാണ് അവിടെ. അങ്ങനെ നമ്മളിപ്പോൾ മഴ തോരാൻ വേണ്ടി കാത്തിക്കുക കേട്ടോ. എന്നിട്ട് തുറന്നിട്ട് നമുക്ക് പുറത്ത് പോയിട്ട് 2-3 വീഡിയോസ് എടുക്കാം. മഴയൊക്കെ തോർന്ന് നമ്മളിപ്പോൾ പുറത്തിറങ്ങാം കേട്ടോ. അപ്പോൾ നമ്മൾ നിൽക്കുന്നതൊരു കുന്നിൻ്റെ മേലാണ്. ബാക്ക് സൈഡ് പറഞ്ഞാൽ 1 ഫോറസ്റ്റ് ആണ് കേട്ടോ. അവിടെ പറഞ്ഞാൽ ആനകൾ ഇറങ്ങുന്ന ഏരിയ എന്നൊക്കെ ആൾക്കാർ പറയുന്നുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ കുന്നിൻ്റെ മേലെ നിന്ന് അടിയിലേക്ക് നോക്കുന്ന വിഷ്വൽസ് നിങ്ങളെ കാണിച്ചിട്ടാ. അപ്പോൾ ഇതാണ് നമ്മളെ കുന്നിൻ്റെ മേലെ നിന്ന് അടിയിലേക്ക് നോക്കുന്ന കാഴ്ചകൾ. നല്ല രസമാണ് കേട്ടോ അടിയിലേക്ക് നോക്കുമ്പോൾ. ഞാനിപ്പോൾ നമ്മളെ നിന്ന് സ്പോട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് തമ്മിലല്ലേ റോട്ടുമൊക്കെ പോകട്ടോ. നമ്മളെ വയനാട് പോണ റൂട്ടിലേക്കാണ് പോണത്. അപ്പോൾ ഈ പോണ കാഴ്ച ഒരു ഗവൺമെൻറ് സ്കൂളുണ്ട് കേട്ടോ. ഒരു ഹയർ സെക്കൻഡറി സ്കൂളുണ്ട്. തമിഴിലൊക്കെയാണ് എഴുതിയുള്ളത്. അവിടെ ചെക്കന്മാർ കളിക്കുന്നുണ്ട്. ഇതാണ് കേട്ടോ നമ്മളെ സുൽത്താൻ ബത്തേരി പോണ റോഡ്. അപ്പോൾ നമ്മൾ നിൽക്കുന്നത് ഇപ്പോൾ ഏകദേശം ഒരു ബോട്ടിലായിട്ട് വരും. തമിഴ്നാട് വയനാട് ഒരു ബോട്ടിലായിട്ട് വരും. അപ്പോൾ നമ്മൾ ഈ ചുറ്റും കാണുന്നൊക്കെ ഒരു വലിയൊരു എസ്റ്റേറ്റ് ഇടാം. ഇവിടെ വേറൊരു ബോർഡിൽ നമുക്ക് കാണാനുണ്ട്. വുഡ് ബാരിയർ എസ്റ്റേറ്റ് എന്നാണ് കാണുന്നത്. പിന്നെ ഇതിൻ്റെ ഒരു റെഡ് ഒരു ബോർഡിൽ ആന ക്രോസ് ചെയ്യണ ഏരിയ എന്ന് പറഞ്ഞിട്ട് ഇവിടെ കാണാനുണ്ട് കേട്ടോ. വെറുതെ അവിടുത്തെ ആൾക്കാർ ഇവിടെ ആന ഇറങ്ങണമെന്ന് പറഞ്ഞാൽ വലിയൊരു എസ്റ്റേറ്റാണ് സേലത്തിൻ്റെ. നമ്മൾ നിൽക്കണ ഈ എസ്റ്റേറ്റിൻ്റെ സൈഡിലൊരു സിമ്പിളുണ്ട് കേട്ടോ. പിന്നെ അത് മാത്രമല്ല നമ്മൾ ഈ മരത്തിൻ്റെ സൈഡിലൊക്കെ ഇങ്ങനെ ഒരു ബഫർ സോൺ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പിടിച്ചിട്ടുണ്ട്.
അപ്പോൾ ഇതാണ് നമ്മളെ ക്രിസ്ത്യൻ പള്ളി. നമ്മൾ ഈ പള്ളി കിടക്കുമ്പോൾ തന്നെ ചുമരുമ്പോൾ കുറേ വാചകങ്ങൾ ഇതിന് കിട്ടാം, മലയാളത്തിലും തമിഴിലൊക്കെ. ഇതാണ് പള്ളി. പള്ളി ഒരു ചെറിയ പള്ളിയാണ്. ഈ ചർച്ചിന് മേന്നുള്ള വ്യൂ ആണ് കേട്ടത്, വണ്ടി പോണ. അപ്പോൾ നമ്മൾ ഈ ചർച്ചിനൊന്നും മടങ്ങിയിട്ട് നമ്മൾ കൂട്ടുകാരൻ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മെല്ലെ വയനാട് റൂട്ടിലൊന്ന് പോയേക്കെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതാണ് നമ്മളെ ബത്തേരി പോണ റോഡ്. ഇവിടുന്ന് ഏകദേശം ഒരു എത്ര കിലോമീറ്റർ ആവശ്യമാണ്? ഇപ്പോൾ ഇവിടുന്ന് ബത്തേരിക്ക് 20 കിലോമീറ്റർ ഉണ്ട്. ഇവിടുന്ന് 20 കിലോമീറ്ററാണ് ബത്തേരിക്ക്. അവനൊരു ഏകദേശം കണക്കട പറഞ്ഞത്, ചിലപ്പോൾ അതിൽ കൂടാൻ ചാൻസ് ഉണ്ട്. ഭയങ്കര തണുപ്പൊളിയാ. എസ്റ്റേറ്റ് പോണല്ലേ? ഓക്കെ ഓക്കെ. ഇതാണ്ട വേറൊരു എസ്റ്റേറ്റ് പോണ റോഡ്, പ്രൈവറ്റ് റോഡാണ്. അപ്പം നമുക്ക് അങ്ങനെ അത് നിർത്താൻ വഴി. അവിടുത്തെ പണിക്കാരല്ല നമ്മുടെ നിലവാരം പുറമത്തെ ഒരാളങ്ങോട്ട് കേട്ടില്ലല്ലേ? കയറ്റില്ല. അടിപൊളി. ഉള്ളിട്ടോ കിട്ടില്ലല്ലേ? നമ്മളെ വീഡിയോനെ കുറിച്ച് ക്വാളിറ്റി ഉണ്ടെങ്കിൽ രസമായിരുന്നല്ലേ? പക്ഷേ നമുക്കൊരു ദിവസം വരാം അല്ലേ? ഇവിടെ പറഞ്ഞാൽ ആന ഇറങ്ങണ മേഖല ഉണ്ടോ? അപ്പോൾ രാത്രി കാലങ്ങളിലൊക്കെയാണ് ഭയങ്കര ടാസ്ക് അല്ലേ? മറ്റു മൃഗങ്ങളൊക്കെ വരുമോ? കാട്ടുപോത്ത് ഉണ്ടാവൂലേ? അവിടെ എഴുതിയിട്ടുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടാ വുഡ് ബാരിയേഴ്സ് എസ്റ്റേറ്റ്. അപ്പോൾ അത് ഇതുവരെ കണ്ട് അത്ര വലിയൊരു എസ്റ്റേറ്റാണ്. മാത്രമേ ഇങ്ങനെ ഒരു ആളതാണ് ഇതല്ലേ കിട്ടില്ല കേട്ടോ. വണ്ടിയൊക്കെ കിട്ടാം. ഇത് വേറെ എസ്റ്റേറ്റാ. അപ്പോൾ ഇവിടെ ഒരു മരത്തിന് മേലെ ഒരു പ്ലക്കാർഡ് പോലെ ഒട്ടിച്ചിട്ടാ, ഇവിടെ ഹണ്ടിങ് ഒന്നും പാടില്ല, പിന്നെ മരങ്ങളൊന്നും വെട്ടാൻ പാടില്ല എന്നൊക്കെ ഒരു ഇതൊക്കെ ഉണ്ട്. ഓണടിക്കാനാവില്ല ചിന്നോ മനസ്സേ? അപ്പോൾ ഓണടിക്കുള്ള സൂചന ഇതിൽ ഇവിടെ മൃഗങ്ങളൊക്കെ ഇറങ്ങുമ്പോഴേ അപ്പോൾ അവർക്കൊരു മുൻകൂട്ടിയുള്ളൊരു സൂചന ആവും ചിലപ്പോൾ, അങ്ങനെ ഒരു സംഭവം. ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ഇവിടുത്തെ ഈ നീലഗിരി ഡിസ്ട്രിക്റ്റിലെ ലൈസൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ അവർക്ക് എങ്ങോട്ടും പോവാം. പോലെ ഗൾഫിൽ വരാൻ അത്രയും നല്ല വാല്യൂ ആണ്. കാരണം ഇവിടെ ചെറിയ റോഡ്, ഈ റോഡിലിപ്പോൾ നമുക്ക് അവിടെ നിന്നിട്ട് വരുന്ന വണ്ടിയും ഇവിടെ അങ്ങോട്ട് വരുന്ന ചെറിയൊരു റോഡിൻ്റെ ഇടയിൽ കൂടെയാണ് നമ്മൾ എന്ത് ചെയ്യാം, പാസ് ചെയ്തിട്ടും കട്ട് ചെയ്തിട്ടും കൂടി പോവാം. അപ്പോൾ ആ ഒരു ഇതും പിന്നെ വളവ് എങ്ങനെ നോക്കിയാലോ പ്ലെയിൻസ് അതുകൊണ്ടാണ് അവർ ആ ലൈസൻസിന് അത്രയും വാല്യൂ കളിക്കുന്നത്. അപ്പോൾ നമ്മളിതിപ്പോൾ ഇങ്ങനെ വന്നിട്ടുള്ള ഈ വളവുകൾ കണ്ടില്ലേ, ഇതിപ്പോൾ അതൊരു വളവ്, ഇതിനെ കുറച്ചും കൂടി അപ്പുറത്ത് പോയി കഴിഞ്ഞാൽ വളവ്, അങ്ങനെ നല്ല തിരിവും വളവില്ല, നല്ല റോഡാണ്. നമ്മുടെ വണ്ടിക്ക് ഫ്രണ്ട് ബ്രേക്കില്ല, ഹോണില്ല, ഹെൽമെറ്റ് ഇല്ല, 2 ഗ്ലാസ് ഇല്ല. എല്ലാം തോന്നട്ടെ. നമ്മുടെ 2 പോലീസ് ഫ്രണ്ടിൽ കൂടെ പോകുന്നു, പിന്നെ വലിയൊരു പോലീസ് സ്റ്റേഷൻ്റെ ഫ്രണ്ടിൽ കൂടെ പോകുന്നു, എല്ലാം തോന്നുന്നുണ്ട്. എന്തായാലും നിങ്ങൾ വണ്ടി അടിക്കുമ്പോഴൊക്കെ ഹെൽമെറ്റ് കൊണ്ട് ഓടിക്കാം. ഓക്കെ, ആരോഗ്യത്തിനെ പ്രൊമോട്ട് ചെയ്യല്ല, നമ്മളെ ഹെൽത്തുകളൊക്കെ സേഫ് ആക്കാം. ഇവിടെ അങ്ങനെ ചെക്കിങ് ഉണ്ടാവുമോ? ചെക്കിങ് ഉണ്ട് ഇല്ലേ? നല്ല ചെക്കിങ്. ഇപ്പോൾ ഈ മഴ ആയിട്ട് പിന്നെ അവർക്ക് പുറത്തിറങ്ങാനുള്ള ചെറിയൊരു മടിമുണ്ടാവാം. ഗ്ലാസ് ഈ റോഡ്സിലൊക്കെ കുറേ പശുക്കളുണ്ട് കേട്ടോ.
പറഞ്ഞ സ്ഥലം ഏതാണ് മറ്റേ അത് 9 മൈൽ മൃഗങ്ങളുള്ള മൃഗങ്ങളുള്ള തൊപ്പക്കാട് അല്ലേ? അപ്പോൾ തൊപ്പക്കാട് പോയാൽ അത്യാവശ്യം മൃഗങ്ങൾ കാണാമെന്നാണ് പറഞ്ഞത്. നമ്മളിതിൻ്റെ ഇടയ്ക്ക് ഒരു സ്പോട്ടിൽ കയറിയിട്ടാ. നല്ലൊരു കീട്ടിലും സ്പോട്ടാണ് കാണിച്ചത്. കീട്ടിലും വ്യൂ ആണ്. നമ്മുടെ ഈ സ്പോട്ട് അടുത്ത് തന്നെ ഒരു സ്കൂളുണ്ട് കേട്ടോ. ഇതൊരു കുന്നിൻ്റെ മേലാണ് സ്കൂൾ. അങ്ങനെ നമ്മൾ ആ സ്പോട്ടിൽ നിന്ന് ഇറങ്ങി വന്നപ്പോൾ കണ്ട ബോർഡിട്ടത്. അപ്പോൾ സുബ്രഹ്മണ്യത്തിലേക്ക് 28 കിലോമീറ്റർ ഉണ്ട് കേട്ടോ. ആക്സിഡന്റ് മേഖലയൊക്കെ ചെയ്തിട്ടുണ്ടല്ലോ ഇവിടെ. അത് ഇവിടെ നിന്ന് വരുമ്പോൾ അവിടെ നിന്ന് വരുന്ന വണ്ടി നമുക്ക് ഇങ്ങോട്ട് അറിയില്ല. ഇത് ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ പോകാൻ ചെയ്തിട്ടില്ലേ? ഇവിടെ പാടല്ലേ? എന്തെങ്കിലും പ്രാർത്ഥിക്കണം എന്തെങ്കിലും ഉണ്ടോ? ആടാ ചെറിയൊരു അമ്പലം ഉണ്ടല്ലേ? ഇത് വേറൊരു എസ്റ്റേറ്റ് ഇട്ടത് കിണ്ടല് സാധനം. അങ്ങനെ നമുക്കിങ്ങനെ അധിക ദൂരം പോകാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ അവിടെ ഭയങ്കര മഴ. അപ്പോൾ നമുക്ക് കയറി നിൽക്കാനൊരു തണൽ പോലില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇതാ റിട്ടേൺ പോകണ്ട. അങ്ങനെ ഞങ്ങൾ വരുന്ന വഴിക്കൊരു കട കയറിയത്. ചായ, ഒരു ബജ്ജി, ഒരു ബോണ്ട. അപ്പോൾ അതിങ്ങനെ പറഞ്ഞിങ്ങനെ വെയിറ്റ് ചെയ്തിട്ടുണ്ട്. ബജ്ജി എത്തിയിട്ടുണ്ട് കേട്ടോ. ബജ്ജി ബോണ്ട നമ്മുടെ അൻഷബ ഇതാ ബോണ്ട കഴിക്കാട്ടോ. ഇതാണ് നമ്മുടെ തമിഴ്നാട്ടിലെ ഒരു ഹോട്ടൽ. എങ്ങോട്ട് അൻഷതേ ബജ്ജി അല്ല അത് ബോണ്ട എങ്ങനെ ഉണ്ട്? ക്രിസ്പി ഉണ്ട്. അവിടെ ഒരു മെയിൻ ഷെഫാട്ടാ, നാട്ടിലത്തെ അറിയപ്പെടുന്ന ഒരു ഷെഫാണ്. ഞാൻ ഇത് വിളിച്ചു ബജി കഴിച്ചു. എന്താ ബജിയും ബോണ്ട സൂപ്പറാന്നിട്ട് അവൻ പറഞ്ഞത്. നമുക്ക് എന്തെങ്കിലും കഴിച്ചു നോക്കാം. ഓക്കെ, ചായ ഇതിൻ്റെ ഇടാം. ചായ കൂടി കഴിക്കറാ മനുഷ്യ, ചായം കൂടി കഴിക്കും. നമ്മൾ തമിഴ്നാട് സ്പെഷ്യൽ പബ്സ് ഓട്ടെത്തുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ അൻഷാബായി കഴിച്ചിട്ട് അഭിപ്രായം പറയും. അപ്പോൾ എനിക്കറിയാം. അപ്പോൾ എന്തായാലും ഈ ഹോട്ടലിൽ ഇത് കഴിച്ച് നോക്കിയിട്ട് അഭിപ്രായം പറയട്ടെ. മനുഷ്യ എന്താ അവിടെ ചെറ ഇത് പ്രത്യേകത എന്താ ഈ പബ്സ്? നമ്മുടെ നാട്ടിലത്തെ പബ്സും നമ്മൾ കേരളത്തിൽ എന്ന് പറയുന്നത് വെച്ചാൽ പപ്സ് നമ്മൾ എന്തെയുള്ളൂ ഒരു മൈനയും നാലും മാത്രമേ ചേർത്തുള്ളൂ. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഓയിലും അടയും ഓയിലും പിന്നെ ഡാൽഡി പിന്നെ കുറച്ച് കളർപ്പൊടി അങ്ങനെ സോഫ്റ്റ് ആകും. അതല്ലേ ഭയങ്കര വ്യത്യാസം ഉണ്ടോ? നമ്മുടെ നാട്ടിലത്തെ പപ്സും ഭയങ്കര വ്യത്യാസമുണ്ട്. ഭയങ്കര സോഫ്റ്റ് ചെയ്താണല്ലേ ഉണ്ടോ? അതുണ്ടോ അല്ലേ? അങ്ങനെ നമ്മൾ ഹോട്ടലിൽ ചായ കുടിച്ച് ദേവസ്വത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കട്ടോ.
ഇതാണ് നമ്മുടെ ബത്തേരി റോഡ്. ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്ത പോയിന്റ് കഴിഞ്ഞ് തിരിച്ചെത്തിട്ടാ. അപ്പോൾ ഞാൻ അൻഷാദും വെറുതെ ടൗണിലേക്ക് നടക്കാറുള്ളതാണ്. അപ്പോൾ അൻഷാദിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അൻഷാദ് കിരീൻ ഷെഫാണ്. അതുമാത്രമല്ല കല്യാണത്തിൻ്റെ ചെറുതും വലുതുമായ എല്ലാ കാര്യങ്ങളും ഒരു ചെയ്തു കൊടുക്കുന്നുണ്ട്. ഈവൻ സ്റ്റേജ് ഡെക്കറേഷൻ അടക്കം. ഇതിൻ്റെ സ്നേഹം ഷാഹിദിന് കണ്ടത്. ഈ ഷാഹിദും അൻഷാദും കൂട്ടാണ് ഫോട്ടോകളൊക്കെ എടുക്കുന്നത്. അപ്പോൾ ഇവരെ കോൺടാക്ട് ചെയ്യുന്ന നമ്പർ ഞാൻ നമ്മളെ വീടിൻ്റെ അത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഇവരെ കണക്ട് ചെയ്യുക. അപ്പോൾ നമ്മുടെ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി. ഓക്കെ, താങ്ക് യു.